ലോകം മുഴുവൻ ഇപ്പോൾ അശാന്തമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഇറാന്റെ മേൽ നടത്തിയ ഒരു അറ്റാക്ക് അത് ലോകത്തിലെ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയാണ്, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് നിർണായകമായിട്ടുള്ള കാര്യമാണ്. കാരണം ഗൾഫ് രാഷ്ട്രങ്ങളെ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് നമുക്ക് കേൾക്കുന്ന വലിയൊരു പ്രഹരം കൂടിയാണ്. നമ്മുടെ കാര്യം തന്നെ നോക്കുക, മലയാളികൾ തന്നെ ധാരാളമുള്ള ഇടമാണ് ഈ ഗൾഫ് രാഷ്ട്രങ്ങൾ. ഇത് ഇപ്പോഴും രൂക്ഷമായിട്ട് തുടരുകയല്ലേ? ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ആക്രമണം പറഞ്ഞാൽ അതിഭീകരമായ ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തെ തുടർന്ന് ഖമനേയി കൊല്ലപ്പെട്ടു. ഖമനേയിയുടെ വളരെ അടുത്ത ബന്ധുക്കൾ കൊല്ലപ്പെട്ടു. അടുത്ത അവകാശികളെന്ന് അവർ അവകാശപ്പെടുന്ന സീനിയറായിട്ടുള്ള ഓഫീസേഴ്സ് അടക്കമുള്ളവർ ആ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. പക്ഷേ ഇറാൻ പിന്നോക്കം പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഇറാൻ ചെയ്യുന്നത് അമേരിക്കൻ ബേസായിട്ടുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, അതായത് നമ്മൾ ഈ ഗൾഫ് രാജ്യങ്ങൾ, നമ്മളിപ്പോൾ താങ്കൾ സൂചിപ്പിച്ച പോലെ ഗൾഫ് രാജ്യങ്ങൾ, 9 രാജ്യങ്ങളിലാണ് ഇറാൻ ആക്രമിക്കുന്നത്. ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളെ ആക്രമിച്ചത് നമ്മളെ ആക്രമിക്കുന്ന രാജ്യത്തിലാണ് തിരിച്ചാക്രമിക്കുക. പക്ഷേ ഇറാന് അമേരിക്ക ആക്രമിക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ ഉണ്ട് അമേരിക്കയുടെ ബേസുകൾ. ഇപ്പോൾ ഗൾഫ് കൺട്രീസിൽ മിക്കവാറും എല്ലായിടത്തും അമേരിക്കൻ ബേസുണ്ട്. ഖത്തറിലുണ്ട്, കുവൈറ്റിലുണ്ട്, UAE-യിലുണ്ട്, സൗദിയിലുണ്ട്. എല്ലായിടത്തും അവരുടെ ഒരു സൈനിക ബേസുണ്ട്. അത് പണ്ട് ഈ ഇറാഖ് യുദ്ധത്തിന് ശേഷം ആണ് ഈ ഗൾഫ് മേഖലയിൽ അമേരിക്ക വ്യാപകമായിട്ട് അവരുടെ മിലിറ്ററി ബേസുകൾ തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ആ ബേസുകളുള്ള രാജ്യങ്ങളെയാണ് ഇപ്പോൾ ഇറാൻ ആക്രമിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനെ മാത്രമേ നേരിട്ട് ആക്രമിക്കാൻ കഴിയും, പിന്നെ അമേരിക്ക ആക്രമിക്കാൻ കഴിയില്ല. ഇറാനെ അവർ ആക്രമിക്കുന്നുണ്ട്. ഇറാനിലേക്ക് ധാരാളം മിസൈലുകൾ, കഴിഞ്ഞ രാത്രി മാത്രം ഏതാണ്ട് 100ഓളം മിസൈലുകൾ ഇറാൻ ലക്ഷ്യമാക്കി പാഞ്ഞു. പക്ഷേ അവരുടെ അയൺ ഡോം മിക്കവാറും എല്ലാത്തിനെയും എന്ത് ചെയ്തു? പ്രതിരോധിച്ചു. അമേരിക്കയെ നേരിട്ടടിക്കാൻ കഴിയാത്തതുകൊണ്ട് അമേരിക്കയുടെ ബേസുകളിൽ ഇറാൻ ആക്രമിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഈ 9 രാജ്യങ്ങൾ, ഗൾഫ് മേഖലയിലെ 9 രാജ്യങ്ങളെന്ന് പറയുന്നത് പിന്നെ സുന്നി രാജ്യങ്ങളാണ്. ഇവർ ഷിയയാണല്ലോ. ഇറാൻ എന്ന് പറഞ്ഞത് ഷിയയാണ്. ഷിയ രാജ്യങ്ങൾ ഇവിടെ കുറവാണ് ഈ ഗൾഫ് മേഖലയിൽ. അവിടെ സുന്നി രാഷ്ട്രങ്ങളാണ്. മാത്രമല്ല അവർ കുറച്ച് പ്രോഗ്രസീവാണ്. അമേരിക്കയുമായി ചേർന്ന് വികസനവും ബിസിനസ്സും നടത്തുന്നവരാണ് ഈ ഗൾഫ് കൺട്രീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഈ ഒരു മത തീവ്രവാദയ്ക്ക് അവർക്ക് പ്രാധാന്യമില്ല. അതായത് ഈ തീവ്രമായ ഒരു ഇസ്ലാമിസ്റ്റ് മനോഭാവം അവർക്കില്ല. അവർക്ക് ഈ പറഞ്ഞതുപോലെ നല്ല സമ്പന്നതയിൽ ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം ആഗ്രഹിക്കുന്നവരാണ് മിക്കവാറും എല്ലാ ഗൾഫ് കൺട്രീസ്. അതുകൊണ്ടാണ് മലയാളിയുടെ ജീവിതവും നല്ല നിലവാരത്തിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും മലയാളികൾ മാത്രമല്ല, ഏതാണ്ട് 1 കോടി ഇന്ത്യക്കാർ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നത്. നമ്മുടെ 40 ലക്ഷം മലയാളികളുണ്ടെന്നാണ് കണക്ക്, ഏകദേശം കണക്കുകൾ പറയുന്നത്. ഏതാണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലടക്കം 1 കോടിയോളം ആളുകൾ ഈ പറഞ്ഞ ഇപ്പോൾ ഈ ഇറാൻ ആക്രമിക്കുന്ന 9 ഗൾഫ് മേഖലകളിലായിട്ട്, ഗൾഫ് രാജ്യങ്ങളിലായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ആശങ്ക ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിട്ട്. കേരളത്തിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ അറിയാമല്ലോ, നമ്മുടെ ഈ റെസിപ്സിൻ്റെ നമ്മളുടെ വരുമാനത്തിൻ്റെ ഒരു വലിയൊരു പങ്കും ഗൾഫിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള പണമൊഴുക്ക് നിലച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുന്ന ഒരു പ്രശ്നവും കൂടി ഇക്കൂട്ടത്തിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാരും പൊതുവിൽ വിശേഷിച്ച് മലയാളികളും വലിയ ആശങ്കയിലാണ് ഈ യുദ്ധം തുടരുന്നതിനെ കുറിച്ച്. അല്ല, ഇതിനകത്തൂടെ ഈ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് ഇത്രത്തോളം അടി ഉണ്ടാകുന്ന സ്ഥിതിക്ക് ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം, അമേരിക്കൻ താവളങ്ങൾ പലതും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിലനിൽക്കുന്നത് കൊണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും അമേരിക്കൻ താവളങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇറാൻ അവർ ലക്ഷ്യമാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ബഹ്റൈനിലാണ് വ്യാപകമായിട്ട് ഇറാൻ ആക്രമിക്കുന്നത്. ബഹ്റൈനിലെ അബുദാബിയിലെ വലിയൊരു പിന്നെ ഈ ബുർജ് ഖലീഫയുടെ അടുത്തുള്ള ഏറ്റവും വലിയ ഹോട്ടലിലേക്ക് അവർ പിന്നെ മിസൈൽ ആക്രമണം നടത്തി. ജനവാസ മേഖലയിലേക്ക് അവർ മിസൈൽ അയക്കുന്ന നടപടികൾ ഇറാൻ ആരംഭിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സമ്മർദ്ദത്തിനാണ് ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ. കാരണം ഈ ഗൾഫ് മേഖലയിൽ ആക്രമണം നടത്തി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ ലോകരാജ്യങ്ങളുടെയും പൗരന്മാർ ഈ ഗൾഫ് മേഖലയിലുണ്ട്. ഇന്ത്യ മാത്രമല്ല, ധാരാളം യൂറോപ്യൻസ് ഉണ്ട്, അമേരിക്കൻസ് ഉണ്ട്, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലുള്ള ആളുകളും ധാരാളമായിട്ട് ഈ ഗൾഫ് മേഖലയിലുണ്ട്. അത് അപ്പോൾ എല്ലാവരുടെ ഇടപെടൽ ഇതിനകത്ത് ഉണ്ടാവണം. അപ്പോൾ ഒരു സമ്മർദ്ദം സ്വാഭാവികമായിട്ടും മറ്റ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് അമേരിക്കയ്ക്ക് മേലും ഇസ്രായേലിന് മേലും ഉണ്ടാകണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനൊരു സമാധാനം ഉണ്ടാക്കണം എന്നായിരിക്കും ഒരുപക്ഷെ ഇറാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ അമേരിക്കൻ ബേസുകൾ കേന്ദ്രമാക്കി അവർ ഗൾഫ് രാജ്യങ്ങളെ
ആക്രമിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിട്ട് അമേരിക്ക ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ആക്രമണം നടത്തുന്നത്. കാരണം അവിടെ ഒരു ജനായത്ത ഭരണം, നിലവിലുള്ള ഖമനയുടെ ഭരണകൂടം മാറി അവിടെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം വരണമെന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇനി തലവെക്കാത്ത രീതിയിൽ, ഇറാൻ തലവെക്കാത്തുള്ള രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേലും അമേരിക്ക ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവരുടെ ഒന്നോ രണ്ടോ ബേസിൽ ആക്രമിക്കുന്ന രീതി അമേരിക്ക ഈ പറഞ്ഞതുപോലെ അവരുടെ നിലപാട് മാറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. സ്വാഭാവികമായിട്ടും അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സമ്പൂർണ്ണമായി ഈ ഇറാനിയൻ ഈ ഭരണകൂടം ഉണ്ടല്ലോ, ഖമനയുടെ ഭരണകൂടത്തെ തകർക്കുക, അദ്ദേഹത്തിൻ്റെ പിൻഗാമികളെ തകർക്കുക എന്നായിരിക്കും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് നടത്തുമ്പോൾ നമുക്കറിയാം ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലെ അവർക്ക് ഇതിനകത്ത് ഇറാന് വലിയ തിരിച്ചടി ഉണ്ടാകും, മറ്റ് രാഷ്ട്രങ്ങളും ഇടപെടും എന്നുള്ളതാണ്. തീർച്ചയായിട്ടുമല്ലോ. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ സൗദിയും അതുപോലെ തന്നെ മറ്റു ചില രാഷ്ട്രങ്ങളൊക്കെ അവരുടെ ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവരതിൽ ഇറാൻ അപലപിക്കുകയാണ് ചെയ്യുന്നത്. അമേരിക്ക അവർ അപലപിക്കുന്നില്ല, അവരപലപിക്കുന്നത് ഇറാനെയാണ്. കാര്യം അവരാക്രമിക്കുന്നത് ഇറാനാണല്ലോ. അപ്പോൾ അമേരിക്കയെ ഈ പറഞ്ഞാൽ അപലപിക്കാനായിട്ട് ഈ രാജ്യങ്ങൾക്കെല്ലാം ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവരുടെ വലിയൊരു ഇതാണ്, ഒരു ബിസിനസ് പാർട്ണറാണ്, ട്രേഡ് പാർട്ണറാണ് ഈ പറഞ്ഞ അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കയെ പെട്ടെന്ന് പണക്കാൻ കഴിയില്ല. മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചാൽ അവരുടെ ബേസെല്ലാം ഈ രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ നേരിട്ട് അമേരിക്കയുടെ ഒരു ശത്രുവായി മാറേണ്ട, അല്ലെങ്കിൽ അവരുടെ പണക്കം നേടേണ്ട എന്ന് കരുതിയിട്ടാവാം ഒരുപക്ഷെ ഈ ഗൾഫ് രാജ്യങ്ങൾ ഓപ്പണായിട്ട് അമേരിക്കയുടെ പ്രതി. പക്ഷെ അവർ ഒരു വേഗ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നുണ്ട്. കാരണം ഈ പരമാധികാര രാഷ്ട്രമായത്തിന് ആക്രമിച്ച ശരിയായില്ല എന്ന് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്നതാണ്. ഇന്ത്യയും അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിനപ്പുറം കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. മാത്രമല്ല ബഹ്റൈനൊക്കെ വളരെ രോഷാകുലമായിട്ടാണ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. കാരണം ഒരു കാര്യമില്ലാതെ അവരുടെ പൗരന്മാരടക്കം ആക്രമിക്കുന്ന തരത്തിലേക്ക് മിസൈൽ എന്തുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തേക്ക് വിടുന്നു എന്നൊരു ആശങ്ക അവർക്കുണ്ട്. മാത്രമല്ല ഈ ഗൾഫ് മേഖലയിൽ ഈ ആക്രമിക്കുന്നതോടുകൂടി മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ ക്രൂഡ് ഓയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം സ്വാഭാവികമായിട്ടും നമുക്കറിയാമല്ലോ, ഇറാൻ, ഖത്തർ, അതുപോലെ തന്നെ സൗദി, ഈ രാജ്യങ്ങൾ, കുവൈറ്റ് ഇതൊക്കെ ചേർന്നിട്ടാണ് പ്രധാനപ്പെട്ട ഈ എണ്ണ ഉൽപ്പാദന രാജ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ക്രൂഡ് ഓയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വരുന്നത് ഈ പറഞ്ഞ ഈ ഒമാൻ കടലിലേക്ക് വഴിയും ഹോർമുസ് കടലിലേക്ക് വഴിയൊക്കെ. അപ്പോൾ ഇറാൻ ഒരു പരിധിവരെ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തടയാൻ കഴിയും. അപ്പോൾ അങ്ങനെ ഒരു ആശങ്കയുണ്ട്. എങ്കിൽ ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക നില തകരും. കാര്യം അവർക്ക് എണ്ണ ബിസിനസ് എന്ന് കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് കേവലം യുദ്ധത്തിനപ്പുറം ഒരു സാമ്പത്തികമായ ഒരു തകർച്ചയിലേക്ക് പശ്ചിമേഷ്യ രാജ്യത്തെ കൊണ്ടുപോകുമോ എന്നുള്ളതാണ് ഒരു ആശങ്ക. അപ്പോൾ സാമ്പത്തിക മേഖലയിലും വലിയ ഞെരുക്കം ഉണ്ടാകും എന്നുള്ളതാണ് ഗൾഫ് മേഖലയിൽ ഇത്രത്തോളം അറ്റാക്ക് നടക്കുമ്പോൾ. അല്ല, ഉടൻ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് തന്നെ ഇന്ത്യ കഴിഞ്ഞ ദിവസം പെട്രോളിയം മന്ത്രാലയം ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു. കാരണം നിലവിൽ ഇന്ത്യയിൽ ഈ പറഞ്ഞ ഓയിലിൻ്റെ ഒരു ക്ഷാമം ഉടൻ ഉണ്ടാവില്ല. പക്ഷേ ഈ യുദ്ധം ഒരു 3-4 ആഴ്ച നീണ്ടു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളാകെ മാറി പറയും. കാരണം ഈ റഷ്യയും യുക്രൈനും നടക്കുന്ന യുദ്ധം പോലെയല്ല ഇതെന്ന് പറയുന്നത്. ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിൻ്റെ മിക്കവാറുള്ള ഭാഗങ്ങളുടെ സമ്പദ് വ്യവസ്ഥയൊക്കെ സാരമായി ബാധിക്കുന്നതാണ് ഈ ഗൾഫ് മേഖലയിൽ അസ്വസ്ഥ പടർന്നാൽ സംഭവിക്കാൻ പോകുന്നത്. മാത്രമല്ല ഇപ്പം ചിലരൊക്കെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്, ഈ ഗൾഫിൽ പിന്നെ ഇറാൻ ആക്രമിക്കുന്നു, അതുകൊണ്ട് അവിടെയുള്ള ആളുകളെ ഒഴിപ്പിക്കണം, അവരുടെ രാജ്യങ്ങളിലേക്ക് കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവരെ ഒഴിപ്പിച്ച് ഇവിടെ കൊണ്ട് എന്ത് ചെയ്യാനാണ്? അത് വലിയൊരു വിഷയമാണ്. പഴയ 90കളിലെ കുവൈറ്റ് വാർ ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല. പക്ഷെ ആ സാഹചര്യത്തിലേക്ക് വരും എന്നാണ് പൊതുവെ ആളുകൾ കരുതുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം വരും. അങ്ങനെ കൊണ്ടുവരേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാലാണ് ഈ പറഞ്ഞ സാമ്പത്തികമായി വലിയൊരു പ്രതിസന്ധി നമ്മുടെ കേരളത്തിനും അതുപോലെ രാജ്യത്തിനും മൊത്തത്തിൽ, നമ്മുടെ രാജ്യത്തിന് മാത്രമല്ല മറ്റു പല രാജ്യങ്ങൾക്കും അത് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഈ യുദ്ധം അധികകാലം നീണ്ടു നിൽക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നാളെ ഇപ്പോൾ ഇന്ന് ജനീവയിൽ ചർച്ചയുണ്ട്. അത് കഴിഞ്ഞിട്ട് സമാധാന ചർച്ചയാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ട്രംപ് പറയുന്നത് 4 ആഴ്ച ഈ യുദ്ധം നീണ്ടുനിൽക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും കൂടുതൽ കാലം യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ അമേരിക്ക ആഗ്രഹിക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിട്ട് അത് അവർക്കൊരു നഷ്ടം കച്ചവടം മാറാനാണ് സാധ്യത. പ്രത്യേകിച്ചും എയർ സ്ട്രൈക്ക് മാത്രമേ അവർക്ക് ഇറാൻ നടത്താൻ കഴിയുള്ളൂ. കരയിലിറങ്ങി യുദ്ധം ചെയ്യാൻ കഴിയില്ല അമേരിക്ക. അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി ഈ എയർ സ്ട്രൈക്ക് നടത്തി മിസൈൽ ആക്രമണത്തിൽ കൂടി പരമാവധി അവർക്കൊരു ക്ഷതം കൊടുത്തതിന് ശേഷം ഒരു സമാധാന ചർച്ചയെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കി പിൻവലിയാനാണ് സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.